നിങ്ങൾ രാവിലെ വരാത്തോണ്ട ഞാന് കൃത്യമായി പറഞ്ഞിരുന്നു. നാളെ MLA ആയി, പുതുപ്പള്ളിയുടെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. ഞാൻ ഇത്ര ദിവസം തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പൊ ഞാന് എൻ്റെ പിതാവിന്റെ കല്ലറയിൽ വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പൊ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു യാത്ര ആയി അത് മാറ്റി എന്ന് ഞാൻ കണ്ടു. ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും, ഞാൻ ഒന്നോ രണ്ടോ ഫ്ലെക്സ് എവിടെയോ ഇരിക്കുന്നത് കണ്ടു വാട്സപ്പിലൊക്കെ. ഒരു കാരണവശാലും അത് പറ്റത്തില്ല, എല്ലാ ഫ്ലെക്സുകളും മാറ്റണം. ഇത് ഒരു തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട്, എന്നെ സ്നേഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കഴിഞ്ഞ 4 ദിവസം ഞാൻ അനുഭവിച്ചതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇത് അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. എൻ്റെ പാർട്ടിയെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളാണ്. 26 വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, 23 വർഷം ഒരു സ്ഥാനം വഹിക്കാതെ പ്രവർത്തിച്ച ഒരാളാണ്. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അപമാനമാണ് എനിക്ക് തന്നിരിക്കുന്നത്, എൻ്റെ പേര് മന്ത്രിസ്ഥാനത്തിലേക്ക് വലിച്ചടിച്ച്. ഇനി നിങ്ങൾ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ പാർട്ടി വിരുദ്ധനാക്കി മാറ്റുന്നത് നിങ്ങൾ ചെയ്യരുത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ, എൻ്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും എൻ്റെ പാർട്ടിക്കെതിരായി ഞാൻ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയെ ഞാൻ സേവനം നടത്തിയിട്ടുള്ളത്. അത് എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കേൾക്കറിയുള്ളത്. പക്ഷെ ഒരു നിർഭാഗ്യവാനായ മകനാണ് ഞാൻ. സ്വന്തം അപ്പനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേട്ട ഒരു മകനാണ്. അങ്ങനെയുള്ള കേൾവിക്ക് നിങ്ങൾ ഇട കൊടുക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഒരു ശക്തി പ്രകടനമല്ല, ഒരു വെല്ലുവിളിയല്ല. നിങ്ങളത്, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അനൗൺസ്മെന്റ് പാടില്ല, എനിക്ക് ഒരു കാരണവശാലും ഒരു പബ്ലിസിറ്റി പാടില്ല. നിങ്ങൾ ഇങ്ങനെ കൂടെ നിൽക്കുന്ന വല്ലതും ആണെങ്കിൽ ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, വേണേൽ കൈ തന്നു പോകാം എന്ന് മാത്രം. അത് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഈ അവസരത്തിൽ ഒരു തരത്തിലൊരു വെല്ലുവിളിയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ മാറ്റണം. ഒരു കാരണവശാലും അങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ പറ്റത്തില്ല. അത് വെച്ചവർ മാറ്റുക, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ആ നടപടി എടുത്തേ പറ്റത്തുള്ളൂ.